സാഹചര്യത്തിലാണ് പേരാമ്പ്രയിൽ അട്ടിമറി ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും CPM-ന്റെ ഒരു കോട്ട തകർത്ത് ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ ഇല്ല. ഒരു പക്ഷേ അത് തന്നെയാണ് പേരാമ്പ്രയിൽ സംഭവിക്കാൻ പോകുന്നതും. ഭദ്രമായി അടച്ചുപൂട്ടിയ ഏത് കോട്ടയും ഒരു ദിവസം വീണതായാണ് ചരിത്രം പറയുന്നത്. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്ര എന്ന ചെങ്കോട്ട മെയ് 4-ാം തീയതി വീഴാൻ പോകുന്ന ഒരു കോട്ടയാണോ എന്നുള്ളതാണ് നിലവിലെ സംസാരം. പേരാമ്പ്ര വർഷങ്ങളായി CPM-ന്റെ അഭിമാനമായ കോട്ട. പക്ഷേ പഴയ പോലെയല്ല, ഇത്തവണ കളി മാറും എന്ന് തന്നെയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രൗണ്ടിൽ മാറുന്ന കണക്ക്, ജനങ്ങളിൽ ഉയരുന്ന പ്രതീക്ഷ, മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും ശക്തമായ മിഷനറി. ആ മിഷനറിക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു വനിതാ മുഖം, ഫാത്തിമ തഹ്ലിയ. ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം മാത്രമല്ല, ഒരു മാറ്റത്തിന് കൊതിക്കുന്ന ജനതയ്ക്കുള്ള പ്രതീക്ഷ കൂടിയാണ്. പേരാമ്പ്രയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു വിപ്ലവമാണോ പേരാമ്പ്രയിൽ വരാൻ പോകുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തമായ അടിത്തറകളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ല. ആ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും സ്ഥിരതയാർന്ന CPM കോട്ടകളിൽ ഒന്നാണ് പേരാമ്പ്ര. 1980 മുതൽ 2021 വരെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് CPM-ന്റെ സ്ഥാനാർത്ഥികൾ മാത്രമാണ്. അത്രയേറെ സ്വാധീനമാണ് പാർട്ടിക്ക് ഈ മണ്ഡലത്തിലുള്ളത്. TP രാമകൃഷ്ണൻ പോലെയുള്ള ശക്തനായ നേതാവ് 2016-ലും 2021-ലും വലിയ വിജയമാണ് ഈ മണ്ഡലത്തിൽ നിന്ന് നേടിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2021-ൽ അദ്ദേഹം നേടിയ ഭൂരിപക്ഷമാണ്. ഏതാണ്ട് 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് അന്ന് നിലവിൽ LDF-ന്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്ര വലിയൊരു വിജയം ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, പേരാമ്പ്ര എന്നത് CPM-ന് അത്രത്തോളം വേരുറപ്പുള്ള ഒരു മണ്ണാണ്. ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. സ്ഥിരത എന്നതും കോട്ട എന്നതും കേവലം ഒരു മിഥ്യ മാത്രമാണ്. ഓരോ തെരഞ്ഞെടുപ്പും പുതിയ സാഹചര്യങ്ങൾ കൊണ്ടും പുതിയ പ്രവണതകൾ കൊണ്ടുമാണ് രൂപാന്തരപ്പെടുന്നത്. നിലവിൽ പേരാമ്പ്രയിൽ കണ്ടുവരുന്നതും ഇത്തരം വലിയൊരു മാറ്റത്തിന്റെ സൂചനകളാണ്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വലിയ മാറ്റങ്ങൾ, അതിൽ തന്നെ പ്രത്യേകിച്ചും UDF-ന് ലഭിച്ച ശക്തമായ ജനപിന്തുണയും മുന്നേറ്റവും നിലവിൽ പേരാമ്പ്രയിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഇതിനോടകം തന്നെ വിലയിരുത്തി കഴിഞ്ഞിട്ടുള്ളത്. ഷാഫി പറമ്പിൽ എന്ന UDF-ന്റെ കരുത്തനായ സാരഥി, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ മിഷനറിയും ആക്റ്റീവ് ക്യാമ്പയിൻ രീതികളും UDF ക്യാമ്പിന് വലിയ രീതിയിലുള്ള ഒരു ഊർജമാണ് ഇതിനോടകം തന്നെ പകർന്നിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ ഗ്രൗണ്ട് ലെവൽ ഓർഗനൈസേഷൻ ഈ മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിലും നിർണായക ശക്തിയായി ഇതിനോടകം തന്നെ മാറുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. ലീഗ് പതിവ് പോലെ സിസ്റ്റമാറ്റിക് ആയിട്ടും സൈലൻസ് ആയി നടത്തുന്ന ബൂത്ത് തല പ്രവർത്തനങ്ങൾ പല മണ്ഡലങ്ങളിൽ, മലബാറിലെ പല മണ്ഡലങ്ങളിലും വലിയ റിസൾട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പേരാമ്പ്രയിൽ സംഭവിക്കാൻ പോകുന്നതും മറിച്ചല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഫാത്തിമ തഹ്ലിയ എന്ന മുസ്ലിം ലീഗിന്റെ യുവ വനിതാ മുഖമായ സ്ഥാനാർത്ഥി ശ്രദ്ധ നേടുന്നത്. ഒരു യുവ വനിതാ മുഖം, പുതിയ തലമുറയുടെ രാഷ്ട്രീയ പ്രതിനിധി, സാമൂഹികമായി സ്വീകരിക്കപ്പെടുന്ന വ്യക്തിത്വം, ഇവയെല്ലാം ഒത്തുചേർന്നപ്പോൾ ഫാത്തിമ തഹ്ലിയ എന്ന മുസ്ലിം ലീഗിന്റെ കരുത്തയായ പെൺപുലി TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനർക്ക് കേവലം ഒരു എതിർ സ്ഥാനാർത്ഥി മാത്രമല്ല, മറിച്ച് പേരാമ്പ്രയിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതീകമായിട്ട് തന്നെ ഇതിനോടകം ഫാത്തിമ തഹ്ലിയ മാറിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പ്രചരണ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം പേരാമ്പ്രക്കാരിൽ ഉണ്ടാക്കാൻ ഫാത്തിമ തഹ്ലിയക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. യുവാക്കളിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ, ഓരോ വീടുകളും കയറി ഇറങ്ങിയുള്ള പ്രചരണം, സോഫ്റ്റ് ഇമേജും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പിന്തുണയും, ഇത്തരം ഘടകങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ ഫാത്തിമ തഹ്ലിയയുടെ പ്രാധാന്യം പേരാമ്പ്രയിൽ ഇതിനോടകം തന്നെ ഇരട്ടിയായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, പേരാമ്പ്ര മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. ഇത് സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. മറ്റൊന്നുമല്ല, ഗ്രൗണ്ട് ലെവലിൽ UDF-ന്റെ ശക്തമായിട്ടുള്ള വളർച്ച തന്നെയാണ് ഇത്തരം കണക്കുകൾ നമ്മളെ മുന്നോട്ട് വെക്കുന്ന കാര്യം. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നടക്കുന്നത് അത്ര ഈസി വാക്ക് ഓവർ ആയിട്ടുള്ള ഒരു മത്സരമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. സുരക്ഷിതമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അറിയപ്പെട്ടിരുന്ന പേരാമ്പ്ര ഇതിനോടകം തന്നെ ഒരു മത്സരത്തിന്റെ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് തന്നെയാണ്
UDF ആ മണ്ഡലത്തിൽ നിലവിൽ ഉയർത്തുന്ന ഏറ്റവും കരുത്തുറ്റ വെല്ലുവിളി. ഒരു പക്ഷേ കോട്ടകൾ തകർത്ത് ഫാത്തിമ തഹലിയ പേരാമ്പ്രയിൽ നിന്ന് വിജയിക്കാനുള്ള സാധ്യത പോലും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് പേരാമ്പ്രയിൽ എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ UDF മിഷനറി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ തുടരുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള ബൂത്ത് തല പ്രവർത്തനം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാത്തിമ തഹലിയ എന്ന മുസ്ലിം ലീഗിന്റെ കരുത്തയായ വനിതാ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പേരാമ്പ്രയിൽ അട്ടിമറി ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും CPM-ന്റെ ഒരു കോട്ട തകർത്ത് ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ അല്ല. ഒരു പക്ഷേ അത് തന്നെയാണ് പേരാമ്പ്രയിൽ സംഭവിക്കാൻ പോകുന്നതും. ഇത് വെറും പേരാമ്പ്ര മണ്ഡലത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല. കേരള രാഷ്ട്രീയത്തിന് വലിയ രീതിയിലുള്ള സന്ദേശം നൽകുന്ന പോരാട്ടം തന്നെയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ CPM-ന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ട എന്നത് മെയ് 4-ാം തീയതിക്ക് ശേഷം പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം അത്തരം സങ്കല്പങ്ങളൊക്കെ തിരുത്തപ്പെട്ടേക്കാമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ പേരാമ്പ്ര അതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായിരിക്കും പേരാമ്പ്രയിലെ റിസൾട്ട്? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? ദയവായിട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാവുന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു.